ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം നാളുകളായി ചിന്തിച്ചു വന്ന ഒരു വിഷയമാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എന്നുള്ളത്. ബൈബിളിൻ്റെ ചരിത്രവും ബൈബിളിൻ്റെ ആശയവും ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു ആത്മീയ സത്യമാണത്. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നുള്ളത്. അതങ്ങ് ഉൽപ്പത്തി പുസ്തകം മുതൽ സൃഷ്ടിപ്പിൻ്റെ ചരിത്രം ദൈവം ആരംഭിക്കുന്നത് മുതൽ അങ്ങ് വെളിപ്പാട് പുസ്തകത്തിൽ ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകം എഴുതി തീർക്കുന്നത് വരെയും നിറഞ്ഞു നിൽക്കുന്ന 66 പുസ്തകങ്ങളിൽ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളിലും പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പുസ്തകങ്ങളിൽ മാത്രമല്ല, ഓരോ സെൻറ്റൻസിലും, ഓരോ വാക്കുകളിലും, ഓരോ അക്ഷരങ്ങളിലും, ഓരോ വള്ളി പുള്ളിയിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യവും ദൈവത്തിനെല്ലാം സാധ്യമാണെന്നുള്ളതായ ദൈവിക സത്യം. കർത്താവിന് സ്തോത്രം. ഈ ദൈവിക സത്യം നാം തിരിച്ചറിഞ്ഞ് എനിക്ക് അസാധ്യമല്ലെങ്കിലും എൻ്റെ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മേൽ ദൈവിക അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരുന്നതും നിറവേറി വരുന്നത്. കർത്താവിന് സ്തോത്രം. യഹോശാഫാത്ത് രാജാവ്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ 3 രാജാക്കന്മാർ, 3 സൈന്യത്തോട് ഒരു സൈന്യവും ഒരു രാജാവും നേരിടുന്നു. അതത്ര എളുപ്പമല്ല, 3 ഇരട്ടി ശക്തിയാണ്. അപ്പോൾ സൈന്യബലത്താലോ കരുത്തിനാലോ മെയ് ബലത്താലോ ബുദ്ധിയാലോ ശക്തിയാലോ ഒന്നും വിജയം കിട്ടുകയില്ല എന്ന് വാസ്തവമായി തിരിച്ചറിഞ്ഞ യഹോശാഫാത്ത് രാജാവ് ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ മാത്രമല്ല, താനും തൻ്റെ കൂടെയുള്ള ജനവും ദൈവാലയത്തിലേക്ക് വന്ന് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. കർത്താവിന് സ്തോത്രം. ഉപവാസം. ഏലിയാവ് 40 ദിവസം ഉപവസിച്ചു. മോശ 40 ദിവസം ഉപവസിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ചു. അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനാൽ പിടിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ടതിന് ശേഷം നേരെ അറബിയയിലേക്ക് പോയി, അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി ഏറെ നാൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തിന് അരുളപ്പാട് പ്രാപിച്ചു. ഏതൊരു ആത്മീയ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പിന്നിൽ ഒരു ഉപവാസം വേണം, ഒരു പ്രാർത്ഥന വേണം. കർത്താവിന് സ്തോത്രം. സാക്രിഫൈസ് ഇല്ലാതെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല. സ്തോത്രം. ക്രോസ് ഇല്ലാതെ ക്രൗൺ കിട്ടുകയില്ല. ഇതൊരു സത്യമാണ്. പെയിൻ ഇല്ലാതെ ഗെയിൻ ഇല്ല, ബ്ലീഡിങ് ഇല്ലാതെ ബ്ലെസ്സിങ് ഇല്ല. ഇതെല്ലാം നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണുകയും മറ്റനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ അവരനുഭവിക്കുകയും ചെയ്യുന്ന ഒരു നിത്യസത്യമാണ്. ദൈവനാമത്തിൽ എവിടെയെല്ലാം ത്യാഗങ്ങളുണ്ടോ അവിടെ വിജയങ്ങളുണ്ട്, അവിടെ അനുഗ്രഹങ്ങളുണ്ട്, ബ്ലെസ്സിങ്സ് ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം വെടിഞ്ഞ്, സുഖസൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ്, സുഖഭോഗങ്ങളെല്ലാം വെടിഞ്ഞ്, കർത്താവിന് സ്തോത്രം, ജീവനുള്ള ദൈവത്തിൽ പ്രാർത്ഥനാനിരതരായി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് നാം കാത്തിരുന്നാൽ ദൈവം നമ്മെ വിടുവിക്കും, രക്ഷിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ എന്താണ് ഉപവാസം എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്താണ് ഉപവാസം? രട്ടുടുക്കുകയും വെണ്ണീറിലിരിക്കുകയും തലയെ വേഴത്തെ പോലെ കുനിക്കുകയും അങ്ങനെ പുറമേ കാണിക്കുന്നത് അല്ല ഉപവാസം. ദൈവത്തിൻ്റെ വചനം യെശയ്യാ 58-ൽ പറയുന്നു, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയയ്ക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏതാണ്ട് യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി ഈ സത്യങ്ങളെല്ലാം. യെശയ്യാ പ്രവാചകൻ ഒരു പഴയ നിയമ മേജർ പ്രോഫറ്റ് ആയിരുന്നുവെങ്കിലും അദ്ദേഹം പുതിയ നിയമത്തിലെ ധാരാളം കാര്യങ്ങൾ എഴുതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ്. നമ്മുടെ വേദപുസ്തകവും 66 പുസ്തകങ്ങളുണ്ട്. നമ്മുടെ ബൈബിൾ 66 പുസ്തകങ്ങൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായങ്ങൾ. അതിൽ നിങ്ങൾക്കറിയാം, പഴയ നിയമം 39 പുസ്തകങ്ങളാണ്, പുതിയ നിയമം 27 പുസ്തകങ്ങളാണ്. ഇതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം വരെ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം
ചില പ്രവചനങ്ങൾ പറഞ്ഞതിന് ശേഷം 40-ാം അധ്യായം മുതൽ അവിടെ വളരെ ശക്തമായി കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചും പുതിയ നിയമത്തെക്കുറിച്ചും ശക്തമായി പറയുന്നു. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം യേശുക്രിസ്തുവിനെക്കുറിച്ച് ധാരാളം പ്രവചനങ്ങൾ പറഞ്ഞ പുസ്തകമാണ്. കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന പ്രവചനം, വീണ്ടും നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവെന്ന് പേർ വിളിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞു. വീണ്ടും നാം മുന്നോട്ട് വരുമ്പോൾ മുള എന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു മുള പൊട്ടിപ്പുറപ്പെടും, ദാവീദ് വംശത്തിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും. സ്തോത്രം. വീണ്ടും മുന്നോട്ട് വരുമ്പോൾ യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ പ്രവചിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച്. എളിയവരോട് സദ്വർത്തമാൻ അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറുകെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, സ്തോത്രം, ദുഃഖത്തിന് പകരം ആനന്ദതൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും അണിയിപ്പാൻ കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ദൈവം എന്തിനാണ് യേശുക്രിസ്തുവിനെ അയച്ചിരിക്കുന്നതെന്നെല്ലാം വ്യക്തമായി പറഞ്ഞു. എന്നാൽ അതിനു മുമ്പ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം സുവിശേഷം എന്ന് പറയാം. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ പുതിയ നിയമം, അതിലേറ്റവും മർമ്മം നിറഞ്ഞ ഏറ്റവും വിശിഷ്ടമായ ഒരധ്യായമായി നമുക്ക് കാണാൻ കഴിയും. അതെന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. പഴയ നിയമത്തിൽ നിറഞ്ഞു നിന്ന യാഗങ്ങൾ അതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ട് ഏകയാഗമായി നിത്യയാഗമായി യേശുക്രിസ്തു മാനവ കുലത്തിനു വേണ്ടി, ആദാമ്യ വംശത്തിനു വേണ്ടി യാഗമായ ആ വലിയ ശ്രേഷ്ഠ അനുഭവം, പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടന്ന മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ആ ഒരു നിറവേറൽ നടക്കാൻ പോകുന്നത് യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ കബറടക്കത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും യെശയ്യാവ് പ്രവചിച്ചു. എന്തൊരു അത്ഭുതമാണ് ഈ ബൈബിൾ! കർത്താവിന് സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടുവെന്ന്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു. അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുവിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായ ശിക്ഷ അവൻ്റെ മേലായി, യേശുവിൻ്റെ മേലായി. യേശുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇങ്ങനെയുള്ള ശ്രേഷ്ഠകരമായ പ്രവചനങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു. ജയം ക്രിസ്തു നൽകും, അസാധ്യങ്ങളെ ക്രിസ്തു സാധ്യമാക്കും. യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷയിൽ മുഴുവൻ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുകയില്ലേ ചെയ്തത്? യേശുവിൻ്റെ ജനനം തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ നാച്ചുറൽ ഇൻസിഡൻ്റ് ആയിരുന്നു. അങ്ങ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നിത്യനായ ദൈവം ആദാമിനും ആദാമിയ വംശത്തിനും കൊടുത്തതായ ഒരു വാഗ്ദത്തത്തിൻ്റെ നിറവേറലായിരുന്നു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് നിറവേറിയത്. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്നതിലെ വാഗ്ദത്തങ്ങൾ ചിലപ്പോൾ സമയമെടുക്കാം, ചിലപ്പോൾ അത് വർഷങ്ങളെടുക്കാം, പക്ഷെ നിറവേറും. അതാണ് അതിൻ്റെ ഉറപ്പ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും നിറവേറും. ഇറ്റ് മേ ടേക്ക് മോർ ടൈം, നമുക്കറിയില്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞ വാഗ്ദത്തം അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകനിലൂടെ ദൈവം വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്തു. അത് നിറവേറിയത് പുതിയ നിയമത്തിലാണ്. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലെല്ലാം നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. യേശുക്രിസ്തു ജനിച്ചു. യേശുവിൻ്റെ പരിശുശ്രൂഷ തുടങ്ങിയപ്പോഴെല്ലാം അതുവരെയും അസാധ്യമായിരുന്നതെല്ലാം കർത്താവ് സാധിപ്പിക്കുകയായിരുന്നു. കുരുടന് കാഴ്ച കൊടുത്തു, ചെകിടന് കേൾവി കൊടുത്തു, ഊമനെ സംസാരിക്കുമാറാക്കി, മുടന്തനെ എഴുന്നേൽപ്പിച്ച് നടക്കുമാറാക്കി, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു, മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസമായി നാറ്റം വെച്ച് കിടന്ന ലാസർ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ മാന്യ സഹോദരി സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായത് എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം സാധ്യമാക്കാൻ യേശുവിന് കഴിയും. ഇത് കേവലം ഒരു വാക്ക് തന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുകയല്ല,
അനേകം മനുഷ്യജീവിതത്തിൽ ചരിത്രങ്ങളായി യുഗങ്ങളായി യേശുക്രിസ്തു പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞവരും ഇനി പറയാനിരിക്കുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുമായ കോടിക്കണക്കിന് ജനങ്ങളുടെ മധ്യത്തിൽ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് ഞാനും ഒരു സാക്ഷിയായി നിന്നുകൊണ്ട് നിങ്ങളെ അറിയിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ ഉപവസിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഓർത്ത് നിങ്ങൾ കലങ്ങുകയോ പ്രയാസപ്പെടുകയോ നിരാശപ്പെടുകയല്ല വേണ്ടത്. വിശ്വാസത്തോടെ എൻ്റെ ദൈവം എൻ്റെ മേൽ പ്രവർത്തിക്കും, എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടിറങ്ങിയാൽ യഹോശാഫാത്ത് രാജാവിൻ്റെ ജീവിതത്തിലും ആ രാജ്യത്തിലും 3 രാജാക്കന്മാർ എതിർപ്പെട്ട് വന്നപ്പോൾ അവർക്ക് ജയം നൽകിയ ദൈവം നമുക്കും ജയം തരും. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഒന്ന് കൊടുക്കുമോ? മറ്റൊന്നും ചെയ്യണ്ട, യേശുവിന് വേണ്ടി ജീവിക്കൂ. അതല്ലേ ഭാഗ്യം, അതല്ലേ ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഈ വലിയ സൗഭാഗ്യത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ മാടി വിളിക്കുന്നു. ഓടി വരൂ, ഈ സൗഭാഗ്യം നേടിയെടുക്കൂ. നിങ്ങളും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ട് സാക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളകാലം യേശു ക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കൂ. അതിന് കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും നിറവടിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനും പ്രാർത്ഥിക്കും. നമ്മളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ട വ്യക്തിപരമായ നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളും അവരും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. കർത്താവ് എല്ലാവരെയും നിറപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.